ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകി മുതിർന്ന നേതാവ് ജഗദീഷ് ഷെട്ടർ ബിജെപിയിൽ തിരികെയെത്തി. ഡൽഹിയിൽ മുൻ കർണാടക മുഖ്യമന്ത്രി ബി.എസ്. യെദ്യൂരപ്പയുടെയും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ബി.വൈ. വിജയേന്ദ്രയുടെയും സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശനം. 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് ഷെട്ടർ ബിജെപി വിട്ടത്. കോൺഗ്രസിൽ ചേർന്ന ഷെട്ടർ ഒരു വർഷമാകും മുൻപ് ബിജെപിയിൽ തിരികെ എത്തിയിരിക്കുകയാണ്. മുതിർന്ന നേതാവിനെ തിരികെ എത്തിക്കാൻ ബിജെപി ശ്രമിക്കുന്നുണ്ടെന്ന കോൺഗ്രസ് അധ്യക്ഷൻ ഡി.കെ. ശിവകുമാറിന്റെ ആരോപണങ്ങൾക്കിടയിലാണ് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ നീക്കം. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയായിരുന്നു ഷെട്ടർ കോൺഗ്രസിലേക്ക് കുടിയേറിയത്. തുടർന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ ഡഹുബള്ളി ധാൻവാഡ് സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും കനത്ത പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. 4000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയാണ് ഈ മണ്ഡലത്തിൽ വിജയിച്ചത്. കഴിഞ്ഞ 8-9 മാസമായി ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു. ബിജെപി പ്രവർത്തകർ തന്നോട് തിരിച്ചുവരാൻ ആവശ്യപ്പെട്ടിരുന്നു. യെദ്യൂരപ്പയും വിജയേന്ദ്രയും തന്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ചു. അതിനാൽ തിരിച്ചെത്തിയതെന്നാണ് ജഗദീഷ് ഷെട്ടറിന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ജഗദീഷ് ഷെട്ടറിനെ ബിജെപി മത്സരിക്കുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കപ്പെടുന്നത്. മുതിർന്ന ലിംഗായത്ത് നേതാവിന് മത്സരിക്കാൻ സീറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദവികളോ നേതൃത്വം നൽകിയേക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ. ഷെട്ടർ അടക്കമുള്ള ലിംഗായത്ത് നേതാക്കളെ തഴഞ്ഞതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് നയിച്ചതെന്ന വികാരം ബിജെപി നേതൃത്വത്തിനുണ്ട്. ഈ സാഹചര്യത്തിൽ ലിംഗായത്ത് പിന്തുണ തിരികെ പിടിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് ബിജെപി നടത്തുന്നത്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഷെട്ടറിന്റെ ബിജെപിയിലേക്കുള്ള തിരിച്ചുവരവ് എന്നതിൽ ഒരു സംശയവുമില്ല. അതേസമയം പ്രതിപക്ഷ പാർട്ടികളെ ഞെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇനിയും നേതാക്കളെ ബിജെപി പാർട്ടിയിൽ എത്തിച്ചേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 350 സീറ്റുകൾ ലക്ഷ്യം വെച്ചാണ് ബിജെപി തെരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് ഇറങ്ങുന്നത്. ദക്ഷിണേന്ത്യയിൽ നടക്കുന്നതടക്കം കൂടുതൽ സീറ്റുകൾ ബിജെപി ഇക്കുറി ലക്ഷ്യം വെക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വൻ വിജയം ഉറപ്പാക്കാൻ മറ്റു പാർട്ടികളിൽ സ്വാധീനമുള്ള ശക്തരായ നേതാക്കളെ അടക്കം പാർട്ടിയിലെത്തിച്ച് മത്സരിപ്പിക്കാൻ ബിജെപി ലക്ഷ്യം വെക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിനും ഇത് സംബന്ധിച്ച് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ കൂടുതൽ പേരുകൾ പാർട്ടിയിൽ എത്തിയേക്കുമെന്ന അഭ്യൂഹമാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.